എക്സസൈസ് 2.2 11th ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആൻഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്താണ്, സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽസ് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 ഈക്വൽസ് സൈൻ എക്സ്. ഇനി സൈൻ എപ്പോഴാണ് 1/2 ആവുക, സൈൻ 30 ഡിഗ്രി, ദറ്റ് ഇസ് സൈൻ π/6 ആണ് 1/2. അപ്പൊ സൈൻ π/6 ഈക്വൽസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ ഭാഗത്ത് π/6 ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽസ് π/6 അല്ലെ. അപ്പൊ നമുക്ക് ഇയാളുടെ ഭാഗത്ത് എന്ത് എഴുതാം, π/6 എന്ന് എഴുതാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2ന്റെ ഭാഗത്ത് π/6 എന്ന് എഴുതുന്നു. നോക്കാന്ന് വെച്ചാൽ 2 3 ടൈംസ് ആണ് 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് 2 cos π/3 എന്ന് കിട്ടും. ഇനി cos π/3 എന്താണ്, cos π/3 ഇസ് 1/2. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് 2 cos π/3ന്റെ ഭാഗത്ത് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 എന്താണ്, ദാറ്റ് ഇസ് π/4 അല്ലേ. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽസ് എക്സ് എന്ന് എടുക്കാം. അപ്പൊ 1 ഈക്വൽസ് ടാൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ ടാൻ എക്സ് എപ്പോഴാ 1 ആവാ, ടാൻ π/4. ടാൻ π/4 ആണ് 1. അപ്പൊ ടാൻ π/4 ഈക്വൽസ് ടാൻ എക്സ് എന്ന് എടുക്കാം. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെ ഭാഗത്ത് π/4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽസ് π/4. അങ്ങനെയാണ് ആൻസർ കിട്ടിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല ഈസിയാണ്. ഇപ്പൊ 12th ക്വസ്റ്റ്യൻ നോക്കാം, നല്ല ഈസിയാണ്. കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. നിങ്ങൾക്ക് അറിയാം ഇയാളെന്ന് പറയുന്നത് എന്താ, π/2 ആണ്. ഇതെങ്ങനെ കിട്ടി, നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് π/2. ഇപ്പൊ ഇവിടെ എക്സിന്റെ ഭാഗത്ത് എ ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ എന്താണ്, ദാറ്റ് ഇസ് π/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കോട്ട് π/2 എന്ന് കിട്ടി. ഇനി കോട്ട് π/2 എന്താണ്, ദാറ്റ് ഇസ് 0. അപ്പൊ കോട്ട് π/2നെ നമുക്ക് കോസ് π/2 ബൈ സൈൻ π/2 എന്ന് എഴുതാം. കോസ് π/2 എന്താണ്, ദാറ്റ് ഇസ് 0 ആണ്. സൈൻ π/2 1 ആണ്. അപ്പൊ 0/1 എന്താ, 0 ആണ്. അപ്പൊ കോട്ട് π/2 ഇസ് 0. സോ ദിസ് ഇസ് ദ ആൻസർ. ഇപ്പൊ 13th ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടി ആണ് അപ്ലൈ ചെയ്യണത്. അപ്പൊ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം 2 tan ഇൻവേഴ്സ് എക്സ് എന്താണ്, 2 tan ഇൻവേഴ്സ് എക്സ് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച പ്രോപ്പർട്ടി ആണ്. 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് സൈൻ ഇൻവേഴ്സ് 2x/1 + x². അതേപോലെ തന്നെ നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ട് 2 tan ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് കോസ് ഇൻവേഴ്സ് 1 - x²/1 + x². ഇയാൾ എന്താണ്, സൈൻ ഇൻവേഴ്സ് 2x/1 + x² എന്താണ്, അതാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. ദാറ്റ് ഇസ് 2 tan ഇൻവേഴ്സ് എക്സ്. ഇയാൾക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ആൻഡ് ഇയാളോ, ഇയാൾ എന്ന് പറയുന്നതാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ വൈന് പകരം ഇവിടെ എക്സ് ആണുള്ളൂ. അപ്പൊ 1 - y²/1 + y² എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 2 tan ഇൻവേഴ്സ് y ആയിരിക്കും. ഇയാൾക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, 2 tan ഇൻവേഴ്സ് y എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് y എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ tan 1/2 ഓഫ് 2 tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് y എന്ന് കിട്ടി. അപ്പൊ ഇവിടെ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ tan 1/2 into 2 ഓഫ് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് y എന്ന് കിട്ടി. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് tan ഓഫ്, ഇനി tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് y എന്താണ്, ദാറ്റ് ഇസ് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് y ബൈ 1 - xy. ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് tan ഓഫ് tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ എക്സിന്റെ ഭാഗത്ത് ഈ ടേം ആണ് കിടക്കുന്നത്, ഈക്വൽ ടു എക്സ് പ്ലസ് y ബൈ 1 - xy. So this is the answer.
അപ്പോൾ നല്ല ഈസി ആയിരുന്നു. ജസ്റ്റ് നമ്മൾ എന്താ ചെയ്തേ, പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു, അത്രയ്ക്ക് ചെയ്തോളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 14th ക്വസ്റ്റ്യൻ നോക്കുക, നല്ല ഈസിയാണ്. ഇഫ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് 1 എന്ന് തന്നിട്ടുണ്ട്. ഈ സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആയി മാറും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 എന്താണ്? സൈൻ ഇൻവേഴ്സ് 1 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. അപ്പോൾ 1 ഈക്വൽസ് സൈൻ എക്സ് എന്ന് കിട്ടും അല്ലെ. 1 ഈക്വൽസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി സൈൻ എപ്പോഴാണ് 1 ആവുക? സൈൻ 90 ഡിഗ്രി ഇസ് 1. അപ്പൊ സൈൻ π/2 സൈൻ π/2 ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെ ഭാഗത്ത് എന്താണ്? π/2 ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 എന്താണ്? ദാറ്റ് ഇസ് π/2. നമുക്ക് ഇയാൾക്ക് പകരം എന്ത് എഴുതാം? π/2 എന്ന് എഴുതാം. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് π/2 അല്ലെ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് π/2. ഈ രൂപത്തിലാണ് ഇവിടെ എടുക്കുന്നത് അല്ലെ. ഈ എക്സിന്റെ ഭാഗത്ത് ഇവിടെ 1/5 ആണ്. അപ്പൊ ഈ എക്സിന്റെ ഭാഗത്തും എന്താ വരിക? 1/5 തന്നെയാണ് വരിക. എക്സ് എന്ന് പറയണത് ഇസ് ഈക്വൽ ടു 1/5. നമ്മുടെ കയ്യിൽ ഈ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കാന്ന് വെച്ചാൽ ഈ എക്സിന്റെ ഭാഗത്ത് 1/5 ആണ്. അപ്പൊ ഈ എക്സിന്റെ ഭാഗത്തും എന്തായിരിക്കും? 1/5 തന്നെയായിരിക്കും. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/5 ആണ് π/2. വാല്യൂ ഓഫ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് 1/5. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/x-2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/x+2 ഈക്വൽസ് π/4 ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. ഇപ്പൊ എക്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/x-2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/x+2 ഈക്വൽസ് π/4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. ഇപ്പൊ എക്സിന്റെ ഭാഗത്ത് ഇവിടെ ഈ ടേം ആണ്, വൈയുടെ ഭാഗത്ത് ഈ ടേമും. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഭാഗത്ത് എക്സ് മൈനസ് 1/x-2 പ്ലസ് വൈയുടെ ഭാഗത്ത് എക്സ് പ്ലസ് 1/x+2 ബൈ 1 - x-1/x-2 into x plus 1/x+2 that is equal to π/4. അപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? x minus 1/x-2 plus x plus 1/x+2 by 1 minus x minus 1 into x plus 1 by x minus 2 into x plus 2 that is equal to tan π/4. ഇപ്പൊ എന്ത് ചെയ്തു? ടാൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് കൊടുത്തു. ഇങ്ങോട്ട് വരുമ്പോൾ അത് ടാൻ ആയി മാറും. ഇപ്പൊ ടാൻ π/4. ഇപ്പൊ ടാൻ π/4 എന്താണ്? 1 ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് 1 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാ? ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇംപ്ലൈസ് x minus 1 into x plus 2 plus x plus 1 into x minus 2 by എന്താ ചെയ്യണത്? ജസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യണത്. x minus 1 into x plus 2 plus x plus 1 into x minus 2 by x minus 2 into x plus 2 x minus 2 into x plus 2 by ഇനി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? x minus 2 into x plus 2 minus x minus 1 into x plus 1 by x minus 2 into x plus 2 that is equal to 1 എന്ന് കിട്ടും. ഈ ടേംസ് ക്യാൻസൽ ആയി പോവും. ഇപ്പം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x into x is x square, x into plus 2 is plus 2x, minus 1 into x is minus x, minus 1 into 2 is minus 2 plus ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x into x is x square, x into minus 2 is minus 2x, 1 into x is x
1 into minus 2 is minus 2 by ഇവിടെ കിടക്കുന്നത് a minus b into a plus b ഫോമിലാണ്. a minus b into a plus b എന്താണ്? that is equal to a square minus b square. ഇവിടെ x minus 2 into x plus 2 എന്താണ്? that is equal to a യുടെ ഭാഗത്ത് x, അപ്പോൾ x square minus b യുടെ ഭാഗത്ത് 2 square. 2 square എന്താണ്? 4 ആണ്. അപ്പോൾ x minus 2 into x plus 2 എന്താണ്? that is x square minus 4 minus ഇവിടെ നോക്കാൻ വെച്ചാൽ x minus 1 into x plus 1 അതെന്തായിരിക്കും? that will be equal to x square minus 1 square അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x square minus 1 square is 1. that is equal to 1 എന്ന് കിട്ടും. അപ്പോൾ this implies കുറച്ച് ടേംസ് ഇവിടെ ക്യാൻസൽ ആയി പോവും. ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആവും. മൈനസ് 2x പ്ലസ് 2x ക്യാൻസൽ ആവും. ഇവിടെ എന്ത് കിട്ടി? x സ്ക്വയർ പ്ലസ് x സ്ക്വയർ എന്താണ്? that is 2x സ്ക്വയർ മൈനസ് 2 പ്ലസ് മൈനസ് 2 എന്താണ്? മൈനസ് 4 ആണ് ബൈ x സ്ക്വയർ മൈനസ് 4 മൈനസ് ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ മൈനസ് x സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 that is equal to 1 എന്ന് കിട്ടും. ഇവിടെ നോക്കാൻ വെച്ചാൽ മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോവും. നമുക്ക് എന്ത് കിട്ടും? this implies 2x square minus 4 by minus 4 plus 1 is minus 3 is equal to 1 എന്ന് കിട്ടും. ഇനി ജസ്റ്റ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2x square minus 4 is equal to minus 3 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 2x square എന്തായിരിക്കും? 2x square is equal to minus 3 plus 4. ഈ മൈനസ് 4നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം നമുക്ക് എന്ത് കിട്ടി? minus 3 plus 4. this implies 2x square is equal to 1x square. this implies x square is equal to 1 by 2. this implies x എന്തായിരിക്കും? x will be plus or minus root 1 by 2. x equals plus or minus 1 by root 2. ഇതാണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ വാല്യൂ ഓഫ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 1 by root 2. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.